ഉദയനക്ഷത്രം, രണ്ടാമത്തേത് നീതി സൂര്യൻ. ഇത് രണ്ടും യേശുവിനെ പറയുന്നതാണ്. ഉദയനക്ഷത്രം ആർക്ക് വേണ്ടി? കേട്ടോണം, ദൈവസഭയ്ക്ക് വേണ്ടി. നീതി സൂര്യൻ ആർക്ക് വേണ്ടി? ഇസ്രയേലിന് വേണ്ടി. പിടികിട്ടിയോ? ഇങ്ങനെയൊക്കെയാണ് നീ വചനം പഠിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ കോട്ടയ്ക്കാ കോറയ്ക്കാ പറഞ്ഞേച്ചു പോവുകയല്ല. ഉദയനക്ഷത്രം ദൈവസഭയ്ക്ക് വേണ്ടി, നീതി സൂര്യൻ ഇസ്രയേലിന് വേണ്ടി. അടുത്തത്, ഇതിലേതാ ആദ്യം ഉദിക്കുന്നത്? കണ്ടവർ വേണ്ടേ പറയാൻ? ഇതിലേതാ ആദ്യം ഉദിക്കുന്നത്? ജയ്സനെ, ഉദയനക്ഷത്രം. ഉദയനക്ഷത്രമാണ് ആദ്യം ഉദിക്കുന്നത്. ഉദയനക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, ഉദയനക്ഷത്രം ഉദിക്കുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിയാലും കുഴപ്പമില്ല. ഉദയനക്ഷത്രം ഉദിക്കുന്നത് കണ്ടിട്ടുള്ളവർ 1 2 സഹോദരിമാരൊക്കെ കണ്ടിട്ടില്ലേ? പലരും. ആരാണ്ടേ കൈയുണ്ട്? വളരെ ചുരുക്കമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് 9 മണിക്കാണല്ലോ നേരം വെളുക്കുന്നത്. ഇത് വെളുപ്പാങ്കാലത്ത് ഉദിക്കുന്ന സാധനമാണ് ഉദയനക്ഷത്രം എന്ന് പറയുന്നത്. അടുത്തത് സൂര്യൻ ഉദിച്ചത് കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊരു സത്യം പറയാൻ പോവുക. ആദ്യം ഉദിക്കുന്നത് ഉദയനക്ഷത്രമാണ്. ഇത് സഭയെ കാണത്തുള്ളൂ. സ്തോത്രം. സഭ കാണുമ്പോൾ സഭയെ കാണുകയുള്ളൂ എന്ന് തെളിവ് വല്ലതും ഉണ്ട്? എല്ലാം തെളിവെടുത്തുകൊണ്ടാണ് പൂമല വരുന്നത്. പൂമല എന്ന് പറയുന്നത് ഒരു ചെറിയ കുമ്പനാട്. കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭകൾ തമ്പടിച്ച് തമ്പേറടിച്ച് കിടക്കുന്ന കുമ്പനാടെന്ന് പറയുന്നത് പോലെ അതുപോലൊരു സ്ഥലമാണ് ഈ പൂമല. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ സഭയ്ക്ക് വേണ്ടിയാണ് ഉദയനക്ഷത്രമായി യേശു വെളിപ്പെടുന്നത്. അങ്ങനെ ഉദയനക്ഷത്രമായി യേശു വെളിപ്പെടുമ്പോൾ സഭ മാത്രമേ യേശുവിനെ കാണുകയുള്ളൂ. എന്താണ് അതിൻ്റെ തെളിവ്? കേട്ടോ, 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ചുമ്മാ ചിരിച്ചിട്ട് കാര്യമില്ലെന്നേ പറ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ, അത് ഇപ്പം വായിച്ച് മൈക്കിന്റെ സഹായത്തോടെ അല്ലാതെ പറയുന്നത് അതെനിക്കറിയാം. മൈക്കിലൂടെ വേദപുസ്തകം നോക്കി വായിക്കാം. അല്ലാതെ പറയാനാ ഞാൻ പറഞ്ഞത്. വായിപ്പിക്കേണ്ട സമയത്ത് വായിപ്പിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ നാം കാണുന്നതാകൊണ്ട്, ലോകം കാണുന്നതാകൊണ്ടെന്നല്ല, നാം കാണുന്നതാകൊണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നാം കാണുന്നത് കൊണ്ട്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് നാം യേശുവിനെ കണ്ടിട്ടില്ല. ആരാ കണ്ടിരിക്കുന്നത്? ചില ആളുകൾ പൊട്ടസ്വപ്നം പറയും, കഴിഞ്ഞ രാത്രി യേശു മുൾക്കിരീടം ചൂടി എൻ്റെ കിടക്കയ്ക്കരികെ നിന്നെന്ന്. ഏണ്ട് ഭ്രാന്ത് പറയുക. യേശുവിന് ഇപ്പോൾ അതല്ലേ പണി? പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പണി വിട്ടിട്ട് ഇപ്പോഴും മുൾക്കിരീടം ചൂടിക്കൊണ്ട് വരാനാണോ നേരം? അങ്ങനൊന്നും, അതൊക്കെ പൊട്ടസ്വപ്നങ്ങളാണ്. യേശുവിനെ ആരും കണ്ടിട്ടില്ല. എന്താണ് പത്രോസ് പറയുന്നത് തൻ്റെ ലേഖനത്തിൽ? നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും, അയ്യോ എൻ്റെ ദൈവമേ, നാം അവനെ, ഐസക് സാറേ ഉള്ളൂ പറയാൻ, കാര്യം പഴയ ആളല്ലേ, അതുകൊണ്ട് അയാൾ വേദപുസ്തകം നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുകയോ? ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുകയോ? ഈ വാട്സാപ്പിലൂടെയൊക്കെ കാണാത്തവരെ സ്നേഹിച്ചിട്ട് അബദ്ധം വരുന്നത് നമ്മൾ കാണുന്നില്ലേ? വേയിച്ചിട്ട് ഇല്ലേ? വളരെ ചെറുപ്പക്കാരിയാന്ന് കാണും. അവൾ തേടി അന്വേഷിച്ച് വരുമ്പോൾ 30-40 വയസ്സുണ്ട്, ഇവന് 16 വയസ്സേ ഉള്ളൂ. ഇത് ഈ വാട്സാപ്പിലൂടെ കാണാതുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നല്ലേ ജയ്സൻ? എന്നാൽ അതങ്ങനെയല്ലല്ലോ. ഇത് കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഇവിടെ നിന്ന് പോയിട്ടെന്നേ. ആരാണ് യേശുവിനെ കണ്ടിട്ടുള്ളത്? എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. കാണാത്ത ഒരുത്തിനു വേണ്ടി പ്രസംഗിക്കുന്നു, ഇല്ലേ? കാണാത്ത ഒരുത്തിനു വേണ്ടി പാട്ടുപാടുന്നു, കാണാത്ത ഒരുത്തനെ ആരാധിക്കുന്നു, കാണാത്ത ഒരുത്തനെ വിളിച്ചു പറയുന്നു, കാണാത്ത ഒരുത്തനെ ലക്ഷോപലക്ഷങ്ങൾ സ്വീകരിക്കുന്നു, കാണാത്ത ഒരുത്തിനു വേണ്ടി ഉപദ്രവം സഹിക്കുന്നു, കാണാത്ത ഒരുത്തിനു വേണ്ടി കൊല്ലപ്പെടുന്നു. ഇതുപോലൊരുത്തൻ ആരുണ്ട്? പറ നിങ്ങൾ, ആരുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ 49-ലധികം വർഷം വരുന്നു ഈ കാണാത്തവനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക സാറേ. ഈ ചാണ്ടപ്പിള്ള 49 വർഷം കഴിയുന്നു, 50-ലേക്ക് കയറുന്നു, അരനൂറ്റാണ്ടിനോടടുക്കുന്നു, കാണാത്ത ഒരുത്തനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും പ്രാഗൽഭ്യത്തോടെ, പ്രായം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 72 വയസ്സിൽ നടക്കുന്നു.
72 വയസ്സിൽ നടക്കുന്നു. 8 വർഷം കൂടെ കഴിഞ്ഞാൽ 80, 70 ഏറെയായാൽ 80. അതുവരെ വണ്ടി ഓടുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇവിടെയും എല്ലാം പഞ്ചറായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതുവരെയും എനിക്ക് ഉറക്കെ പറയണം, ഞാൻ കാണാത്തവനെ എനിക്ക് പ്രസംഗിക്കണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ കാണാൻ പോകുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഒന്നുകൂടെ വചനം പറഞ്ഞാട്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ എല്ലാവരുമല്ല, നാം കാണും. രണ്ടാമത് മേഘപ്രത്യക്ഷത, അത് ലോകം മുഴുവനും കാണും. അതെങ്ങനെ അറിയാം? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. മഹത്വപ്രത്യക്ഷത എല്ലാവരും കാണും. മഹത്വപ്രത്യക്ഷതയിൽ വെളിപ്പാട് 1:7 എന്താ? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും കേൾക്കണം, അടിവരയിടണം, അടിവര. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവിടെ ഏത് കണ്ണുമെന്ന് പറയുന്നത് ആരാ? ലോകത്തിലെ സകല ആളുകളും. ഇനി കുത്തിത്തുളച്ചവരെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതാരാണ്? യഹൂദന്മാരാണ്. ഈ കാര്യം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെവിടെയാണ്? സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ പീഡ ഏറ്റവും അധികമായി വർദ്ധിച്ചു നിൽക്കക്കള്ളിയില്ലാതെ ആ പീഡനത്തിൻ്റെ ഒടുവിൽ ഈ യഹൂദാജനം കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കുന്ന സംഭവം വെളിപ്പാട് പുസ്തകം സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ആദ്യജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. പ്രിയപ്പെട്ടവരെ, അതേത് സമയത്താണ്? മഹത്വപ്രത്യക്ഷതയിലാണ്. അതുകൊണ്ട് മഹത്വപ്രത്യക്ഷതയിൽ ലോകം മുഴുവൻ യേശുവിനെ കാണും. യേശുവിനെ കുത്തിത്തുളച്ച യഹൂദാശേഷിപ്പും കാണും. ഇതാണ് ഈ 2 പ്രത്യക്ഷതയുടെ വ്യത്യാസം. മനസ്സിലായില്ലേ? മേഘപ്രത്യക്ഷതയിൽ ഉദയനക്ഷത്രമായി അത് ദൈവസഭ മാത്രം കാണും. പിന്നീട് പിന്നെ മഹത്വപ്രത്യക്ഷത അത് ലോകം മുഴുവനും, വിശേഷാൽ യേശുവിനെ കുത്തിത്തുളച്ച യഹൂദാശേഷിപ്പും അവിടെ കാണും. ഇനി ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? കേട്ടോളുക. മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ ദൈവസഭയുടെ ഉൽപ്രാപണം, എടുത്തുകൊള്ളപ്പെടൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? എപ്പോഴാ? ദൈവദാസന്മാർക്ക് പറയാം, ഉറക്കെ പറയാം, എപ്പോഴാണ് സംഭവിക്കുന്നത്? എപ്പം വേണേലും സംഭവിക്കാവുന്നേ, എപ്പം വേണേലും. ഈ ഇരിപ്പിലിപ്പം സംഭവം. എൻ്റെ പൊന്നു ബ്രദറെ, അത് പറയരുത്. കൊച്ചിൻ്റെ കല്യാണത്തിനുള്ള വസ്ത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കുക, ഇപ്പം വരുമെന്നൊന്നും പറയരുത്. അയ്യോ, കല്യാണം അവിടെ പോയി കല്യാണം കഴിക്കാമെന്നേ, സ്വർഗത്തിൽ കല്യാണം. അതല്ലേ, ഇവിടെ കുറേ കാലം ജീവിച്ചിട്ട് എന്നാ സാധിക്കാൻ? ഇല്ലേ? ഇവിടെ വെട്ടിപ്പിടിക്കുക, അവിടെ വെട്ടിപ്പിടിക്കുന്നു, ഇവിടെ യേശു വരുമെന്നാണ് പറയുന്നത്. അവിടെ ബാംഗ്ലൂരിലുണ്ട് 2 എണ്ണം, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് 3 എണ്ണമുണ്ട്. ഇത് ഫ്ലാറ്റാണ് പറഞ്ഞത്. പിന്നെ ഈ പൂമല തന്നെ വളച്ച് കെട്ടി കുറേ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഉണ്ട്, ചെല്ലുന്നിടത്തല്ല. അതെൻ്റേതാ ബ്രദർ, ഇതെൻ്റേതാ ബ്രദർ. ഒരു ദിവസം പുള്ളി ഇതിൻ്റെ എല്ലാം പ്രമാണം എവിടെയുണ്ട്? പെട്ടിക്കകത്ത് ഉണ്ട്. കുറേ കഴിയുമ്പോൾ പുള്ളി എവിടെയാകും? പെട്ടിക്കകത്താകും. മനസ്സിലായില്ലേ? ആ പോക്ക് പോകുമ്പോൾ ഒരു ഉടുപ്പും കിട്ടും, ഒരു മുണ്ടും കിട്ടും, അല്ലെ ഒരു പാൻറ്റും കിട്ടും. ഒരെണ്ണവും തരികയില്ല. ഒരു വാച്ച് പോലും തന്ന് വിടത്തില്ല. ആരെങ്കിലും വാച്ച് കെട്ടാൻ പോകുമ്പോൾ വേറെ ഒരു മോൻ ചോദിക്കും, അപ്പച്ചൻ എന്നെ അവിടെ പോയി വാച്ച് കെട്ടാൻ പോകും, വാച്ച് നോക്കാൻ പോവുകയാണ്. വാച്ച് പോലും കൊടുക്കത്തില്ല. പണ്ടൊരു ദൈവദാസൻ കഴിഞ്ഞിടെ പറഞ്ഞു, ആകെ കൊടുത്തു വിടുന്ന ഒരു സാധനമുണ്ട്, ഈ മൂക്കൈ വെച്ചിരിക്കുന്ന കണ്ണട. അതുമാത്രമാണ്. അല്ല, അതൊന്നും കൊടുക്കുകയല്ലെന്നേ. എല്ലാ ശവത്തേലും നോക്കി ഇങ്ങനെ ഒരു കണ്ണട കാണും. എന്തിനാ കൊടുത്തു വിടുമെന്നറിയാമോ? കുഴിയിൽ ചെന്ന് വേദപുസ്തകം വായിക്കാനല്ല, ഇതവിടെ ഇരുന്നാലൊരു ബാധ്യതയാണ്, അല്ലേ? ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണട. 2 കണ്ണടയുണ്ട്. കാര്യം ഒന്ന് റഫായി വായിക്കാനും ഒന്നിങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാനും. ഈ 2 കണ്ണടയുണ്ട്. ഈ 2-ൽ ഒരെണ്ണം, 2ഉം കൂടെ വല്ല നിവർത്തിയിട്ട് ഒന്ന് പെട്ടിയുടെ സൈഡിലും വയ്ക്കും, ഒന്ന് മൂക്കയിലും വയ്ക്കും. കാര്യം അത് അവിടെ ഇരുന്ന ആ ബാധ്യത ആരാ ഉപയോഗിക്കുന്നത്?
നോക്കുമ്പോൾ ഇതന്നെ ഞാൻ ഗാന്ധിജിയാണോ ഇത് മ്യൂസിയം പണിതേച്ച് അതിനകത്ത് വയ്ക്കാൻ? അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാർ, ഇത് ഈ ഒടുവിലത്തെ രാത്രിയാണ്, എൻ്റേതല്ല ഈ യോഗത്തിൻ്റെ. ഈ ഒടുവിലത്തെ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്ത്? ഏത് സമയത്തും ആ മേഘപ്രത്യക്ഷത നടക്കാം. ഇപ്പോൾ ഈ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളെല്ലാം ഈ വചന കൂടാരത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കോടാനുകോടി വിശുദ്ധന്മാരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടാം. അതിപ്പോൾ സംഭവിക്കാം. യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ സംഭവിക്കാം. ഇന്ന് അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാം. ഇന്ന് കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാം. കിടക്കയിലേക്ക് പോകുമ്പോൾ സംഭവിക്കാം. ഈ പാതിരാത്രിയിൽ സംഭവിക്കാം. വെളുപ്പാങ്കാലത്ത് സംഭവിക്കാം. ഏത് നിമിഷത്തിലും സംഭവിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മാത്രം ആ ബ്രദറുകാരുടെ ഇടയിൽ പ്രസംഗകരിയിൽ പ്രൈസ് ദി ലോർഡ് പറയുന്നു. ഒറ്റ പ്രസംഗകർ പറയത്തില്ല, കമ്പി പോലെ നിന്നങ്ങ് പറയും. അവരനങ്ങത്തില്ല, ഇടത്തോട്ടും അനങ്ങത്തില്ല. കണ്ടിട്ടില്ലേ? നാരായം വിഴുങ്ങിയതുപോലെ ഒറ്റ നിപ്പ അങ്ങ് അടിച്ചു വിടുക, അനങ്ങത്തില്ല. അതുകൊണ്ട് ചിലർക്ക് ഞാൻ ആരാണെന്നൊരു സംശയം ഉണ്ട്. ഇയാൾ ബ്രദറുകാരനാണോ അതോ പെന്തക്കോസ്തുകാരനാണോ? അതുകൊണ്ട് ഇപ്പോൾ ചിലർ പറയുന്നു ഇയാൾ ബ്രദർ കോസ്തുകാരനാണെന്ന് പറയും. അറിയാമേ? എനിക്കുണ്ടല്ലോ, കേൾക്ക് നിങ്ങൾ. എനിക്ക് ഈ ബ്രദറെ നിന്ന് ഐസക് സാറ് ബ്രദറുകാരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കണ്ണു തള്ളിപ്പോയി. അങ്ങോട്ട് പുറകോട്ട് കിടക്കുകയെന്നേ. ചാണ്ടപ്പിള്ളയ്ക്ക് പുറകോട്ടൊന്നുമില്ല. ദുഃഖമുണ്ടതിൽ. ഞാനായിട്ടാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് വരുന്നത്. അത് കഴിഞ്ഞാണ് എൻ്റെ അപ്പം വരുന്നത്, അമ്മ വരുന്നത്, സഹോദരങ്ങൾ വരുന്നത്. ദൈവകൃപയാൽ ഇപ്പോഴെല്ലാം പെട്ടകത്തിലുണ്ട് കേട്ടോ, എല്ലാം പെട്ടകത്തിലുണ്ട്. അപ്പം മരിച്ചു സ്വർഗത്തിൽ പോയി, അമ്മ മരിച്ചു സ്വർഗത്തിൽ പോയി, ചേട്ടൻ മരിച്ചു സ്വർഗത്തിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു സ്വർഗത്തിൽ പോയി, രണ്ടാമത്തെ ചേട്ടൻ മരിച്ചു സ്വർഗത്തിൽ പോയി. ഇനി ഞാൻ മരിക്കാനിരിക്കുക. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് സന്തോഷം വരുമ്പോൾ സ്തോത്രം പറയണമെന്നേ. ദാവീദ് ആ പെട്ടകത്തിന് മുമ്പിൽ കടന്ന് നൃത്തം ചെയ്തപ്പോൾ പെണ്ണുമ്പിള്ള മീഖൾ രാജാവിൻ്റെ മോള, അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നിച്ച് തൻ്റെ ഓട്ടവും തൻ്റെ ചാട്ടവും ഞാൻ കണ്ടു. എന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, ആടിനെ മേയിച്ചെടുത്ത് നിന്ന് ഹല്ലേലൂയ, എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഇതിനേക്കാൾ അപ്പുറം ഞാൻ നിസാരനാകുമെന്ന് പറഞ്ഞു. എനിക്കും അതാണ് ഇന്ന് രാത്രി പറയാനുള്ളത്. കുട്ടനാടിൻ്റെ ചെളിക്കുണ്ടിൽ ജീവിച്ചു വളർന്നു വന്ന എന്നെ രക്ഷിച്ച് ദൈവജനത്തിൻ്റെ മധ്യത്തിലും പബ്ലിക്കിൻ്റെ മുൻപിലും നിന്നുകൊണ്ട് വചനം പറയാൻ ഉയർത്തിയ ദൈവത്തിന് വേണ്ടി എത്ര നിസാരനായി തീരാനും ഞാൻ ഒരുക്കമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മേഘപ്രത്യക്ഷത ഏത് സമയത്തും സംഭവിക്കാം. ഇപ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, അപ്പാ ഇന്നിങ്ങ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്തോത്രം. എന്നാൽ അടുത്തത് മഹത്വപ്രത്യക്ഷത എപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കണമെങ്കിൽ അതിനു മുൻപ് കുറേ കാര്യങ്ങളൊക്കെ നടക്കണം. കേൾക്കണം നിങ്ങൾ. മേഘപ്രത്യക്ഷത സംഭവിക്കണമെങ്കിൽ, സഭയുടെ ഉൽപ്രാപണം നടക്കണമെങ്കിൽ ഒന്നും സംഭവിക്കണ്ട, ഏത് സമയത്തും അത് നടക്കാം. എന്നാൽ മഹത്വപ്രത്യക്ഷത സംഭവിക്കണമെങ്കിൽ അതിൻ്റെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതായിട്ട് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഈ ലോകത്തിൽ ജാതീയ ഭരണത്തിൻ്റെ ഒടുവിലത്തെ ഭരണം വരണം. മനസ്സിലാക്കണം. ഇന്ന് ഒടുവിലത്തെ ഭരണം വരണം. ഇന്നത്തെ ഭരണകൂടം മുഴുവൻ തകരപ്പെടണം. ഇന്നത്തെ ഭരണമെല്ലാം നീങ്ങിപ്പോകണം. ഒരു ഏകലോക ഗവൺമെന്റ് വരണം. അത് യൂറോപ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഏകലോക ഗവൺമെന്റാണ്. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അതിനുവേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ തലവന്മാരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഏകലോക ഗവൺമെന്റ് വരും. അതിൻ്റെ ആസ്ഥാനം റോമായിരിക്കും.
വേദപുസ്തകം അത് വ്യക്തമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം, അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരേകലോക ഗവൺമെൻറ് ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ EEC എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ സംഘടന. ഇപ്പോൾ തൽക്കാലം ആ സംഘടനയിൽ നിന്ന് ഇംഗ്ലണ്ട് ഒന്ന് മാറി നിൽക്കുകയാണ്. ഇംഗ്ലണ്ട് മാറി നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവിടെ വേലയും കൂലിയും ഇല്ലാത്ത കുറേ എണ്ണം അഭയാർത്ഥികളായിട്ട് എങ്ങോട്ട് വന്നിട്ട് കയറുന്നുണ്ട്, UK കയറുന്നുണ്ട്. ഇതെല്ലാം ഒന്നായതുകൊണ്ടാണ് കയറുന്നത്. അവർ പറഞ്ഞു ഇനി തൽക്കാലം ഞങ്ങൾ വേറിട്ടങ്ങ് നിൽക്കുക. കാരണം ഈ വരുന്നതിനൊക്കെ ഇവിടുത്തെ പോലല്ല. ഇവിടെ അർഹതയുള്ളവർക്ക് പോലും പെൻഷൻ കൊടുക്കുന്നില്ല. അവിടെ ഈ വരുന്ന ഈ ദാരിദ്ര്യവാസികൾക്കെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? കാശ് കൊടുക്കുന്നുണ്ട്. അതിനോട് ഗവൺമെൻറ് കുത്തുവാള എടുക്കുക. അതുകൊണ്ട് അവർ പദ്ധതിയിട്ട് തൽക്കാലം ഇപ്പോൾ ഈ സംഘടനയിൽ നമുക്ക് അംഗം ആകണ്ട, അവർ വേറിട്ട് നിൽക്കുക. മനസ്സിലായില്ലേ? കുറേ കഴിയുമ്പോൾ അവർ ഒരുപക്ഷെ ചേർന്നെന്ന് വരാം. ഒരു കാര്യം ശരിയാ, ഒരു ഏകലോക ഗവൺമെൻറ് വരണം. ഒരു ഏകലോക ഗവൺമെൻറ് മാത്രം വന്നാൽ പോരാ. ഈ ഏകലോക ഗവൺമെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പിന്താങ്ങുന്ന, കേൾക്കണം, ഒരു ഏകലോക മതം വരണം. ഒരു ഏകലോക മതം. ഈയിടെ കുറേ എണ്ണം അങ്ങോട്ട് പോയി. അത് മർത്തോമായി ഇന്ന് വരെ പോയെന്ന് കേട്ടപ്പോൾ എനിക്ക് ബോധക്കേടുണ്ടായി. അവർ പോകരുതാത്ത പാർട്ടികളാണ്, അവരും പോയി. ശിവഗിരിയിൽ നിന്ന് പോയെന്നേ കണ്ടില്ലേ? എല്ലാം കൂടെ ഒന്നാകാൻ പോവുക. എൻ്റെ ദൈവമേ, കണ്ണൊന്ന് തുറക്കണം വിശ്വാസിയെ. ഇവിടെ കപ്പയും മീനും അടിച്ചേച്ച് യേശു വരുന്നേ, വേഗം വരുന്നേ എന്നും പറഞ്ഞിരിക്കാതെ ഒന്ന് കണ്ണു തുറക്കണം. കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണണം. കണ്ണും കാതുകളും തുറന്നിരിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. ലോകത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തി ജീവിക്കണം. ഒരേകലോക മതം വരാൻ പോകുക. ഏകലോക മതം. ഞാനങ്ങ് തുറന്നറുത്തു മുറിച്ച് പറയുക. അതിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം ആരായിരിക്കുമെന്നറിയാമോ? റോമാ മതമായിരിക്കും. റോമാ മതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകലോക ഗവൺമെൻറ് വരും. അവരായിരിക്കുമെന്ന് നിയന്ത്രിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെയൊക്കെ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിച്ചാൽ വളരെ പ്രസ്പഷ്ടമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ പഠിക്കണം പ്രിയപ്പെട്ടവരെ, പഠിക്കണം. വേദപുസ്തകം പഠിക്കണം, വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കണം. വെളിപ്പാട് പുസ്തകം പഠിക്കണമെന്ന് പറയുമ്പോൾ വെളിപ്പാടെന്നുള്ള പുസ്തകത്തിൻ്റെ പേര് പോലും നേരെ പറയാൻ അറിഞ്ഞുകൂടാ. പ്രസംഗര് വരെ വെളിപാടെന്നാണ് പറയുന്നത്. അതുതന്നെ വെളിവുകേടാ. മനസ്സിലായില്ലേ? വെളിപ്പാട്, വെളിപ്പെടുത്തി കിട്ടിയത്. മനസ്സിലായില്ലേ? ഏതാണ്ട് ഒരു 10 മൈൽ നീളവും 6 മൈൽ വീതിയും പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലന്റെ അടുക്കലേക്ക് മഹത്വധാരിയായ യേശു കടന്നു വന്നിട്ട് വനതിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഭാവിയുടെ മറശീല നീക്കിക്കൊണ്ട് ഒരു പ്രതിമയുടെ മുൻപിൽ കിടക്കുന്ന കർട്ടൻ മാറ്റി വെളിപ്പെടുത്തുന്നത് പോലെ ഭാവിയുടെ മറശീല മാറ്റിക്കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഒന്നുകൂടെ നേരെ ചൊവ്വേ പറ. എന്താ? വെളിപ്പാട് പുസ്തകം. ഇനി മേലിൽ എന്തു പറയരുത്? വെളിവുകേട് പറയരുത്. വെളിപ്പാട് പുസ്തകം. മനസ്സിലായില്ലേ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു വന്നത് വെളിപ്പാട് 17 വായിക്കുമ്പോഴറിയാം. ഒരേകലോക മതം വരണം, ഒരേകലോക ഗവൺമെൻറ് വരണം. തീർന്നില്ല. അതിനെ തുടർന്ന് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരേകലോക ഛത്രാധിപതി വരണം. ഏകലോക ഛത്രാധിപതി. അവൻ്റെ പേരാണ് എന്താ? അവൻ്റെ പേരാണ് നമ്മൾ വിളിക്കുന്നത് എന്തുവാ പുള്ളിയെ? അന്തിക്രിസ്തു. അന്തിക്രിസ്തു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം ഈ ചേർത്ത് വേറെ ഓരോന്നുണ്ടാക്കി പറയുകയല്ലേ. നമ്മൾ മൊത്തം ഉണ്ടാക്കി പറയുന്നവർ. അവനവൻ്റെ വിശ്വാസവും അവനവനെ പൊറുപ്പിക്കും. എവിടെ എഴുതി? അങ്ങനെ ബൈബിളിൽ എഴുതിയെന്നാണ് പറയുന്നത്. എന്തോരു നിശ്ചയത്തിലാണ് പറയുന്നത്. അവനവൻ്റെ വിശ്വാസം അവനവനെ പൊറുപ്പിക്കും. പത്രോസേ നീ പാറ ആകുന്നു. എന്തെല്ലാം ഗതികേട്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എന്താ പറയുന്നത്?
കേട്ടോളുക. എതിർ ക്രിസ്തു അന്തിക്രിസ്തു എന്ന് പറഞ്ഞ് പഠിച്ചു പോയല്ലോ. ഇനിയിപ്പോൾ അത് പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ തന്നെ ഞാനും പറയാം. അതിനെ നിയന്ത്രിക്കാനായി ഏകലോക ഛത്രാധിപതിയായി അന്തിക്രിസ്തു എഴുന്നേക്കും. അവന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഒന്ന് മൃഗം. ഇന്നും ചില മനുഷ്യരെ വിളിക്കുന്ന മൃഗത്തോട് ബന്ധപ്പെട്ടല്ലേ, ഇല്ലേ? ജയിലിൽ കിടക്കുന്നവരുടെയൊക്കെ ഞാൻ പേരൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അവരെ പലരെയും മൃഗത്തോട്, ആടിനോട്, അങ്ങനെ പലതിനോട് ചേർത്താ പറയുന്നത്. എല്ലാം മൃഗത്തോട് ബന്ധപ്പെടുക. ഇവനും ഒരു മൃഗമാണ്. രണ്ടാമത് ഇവനെ വിളിച്ചിരിക്കുന്ന പേര് എന്നാണെന്നറിയാമോ? എതിരാളി. മറ്റൊരു പേര് നാശയോഗ്യൻ. വേറെയൊരു പേരുണ്ട്, എന്നാണെന്നറിയാമോ? എതിരാളി, നാശയോഗ്യൻ, മൃഗം. അടുത്തത് സഖരിയ പ്രവചനത്തിൽ തുമ്പുകെട്ട ഇടയൻ. തുമ്പുകെട്ട ഇടയൻ ഇവന് കൊടുത്തിരിക്കുന്ന പേര്. യേശുവിനുള്ള പേര് പോലെ ഇവനും പേരുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. യേശുവിൻ്റെ നാമം മധുരിമ നാമമാണ്. സ്തോത്രം. എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ഇവൻ്റെ നാമം അധോലോക നാമമാണ്, കൊള്ളാത്ത നാമമാണ്. ഇവൻ്റെ നാമങ്ങൾ അതൊക്കെ. ഇവൻ ഭരിക്കാനായിട്ട് വരും. എത്ര വർഷം ഭരിക്കും? 7 വർഷം ഭരിക്കും. 7 വർഷം ഭരിക്കുമെന്ന് ബൈബിളിലുണ്ടോ? ഉണ്ടെന്നേ, ബൈബിളിലുണ്ട്. 7 വർഷം ഭരിക്കുമെന്ന് ബൈബിളിലുണ്ട്. എവിടെയുണ്ട്? മിക്കയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേദഭാഗമാണ്, കേട്ടോണം, ഇന്ന് തീരുക, ദാനിയേൽ 9. ദാനിയേൽ 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സമയം കിട്ടുമ്പോൾ പോയി വായിക്കണമെന്നേ. അതൊക്കെ തുറന്നു നോക്കിയിട്ട് എത്ര കാലമായി? ഇപ്പോഴും അതിൻ്റെ പേജുകളെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ. എന്നിട്ട് തുപ്പൽ തൊട്ട് അടർത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഈ നോട്ടെണ്ണുന്നതിന് പകരം പുതിയ പുസ്തകമാണ് ബ്രദറെ, ഇത് പുതിയ പുസ്തകം എന്നാണ് പറയുന്നത്. പുതിയ പുസ്തകമാണ്. പക്ഷേ എൻ്റെ പേജ് പലതും ഒട്ടിയിരിക്കുക. ആകെ തുറന്നിട്ടിരിക്കുന്ന 1 സങ്കീർത്തനമാണ്. മൊത്തം അത് തുറന്നിട്ടിരിക്കുക. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദാനിയേൽ നോക്കണം, വായിക്കണം, പഠിക്കണം. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? പെട്ടെന്ന് പറ, നിർത്താൻ പോവാ ഞാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള സത്യം, നമ്മൾ തീരുന്ന ദിവസമായി ഇന്ന്. യേശു ഇന്ന് വരുമോ എന്നറിഞ്ഞുകൂടാ. പോഷ്ക്ക് പറഞ്ഞേച്ച് അങ്ങോട്ട് പോകരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുറക്കുന്നത് എന്തോ? പറ. മൊബൈലല്ല, ആപ്പ്. മൊബൈൽ തുറക്കും, ആ കൂട്ടത്തിൽ ആദ്യം നോക്കുന്ന ആപ്പ്. എന്തെല്ലാം മെസ്സേജുണ്ട്, ആർക്കൊക്കെ എതിരെ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ എതിരെ കാച്ചിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം മോനെ? ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് വലിയ കാര്യമായിട്ടാണ്. ഇവൻ്റെ ആയുസ്സിൽ ഒരുത്തനോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇവൻ ഫോർവേഡ് ചെയ്യുക. ഒരുത്തനെതിരെ വന്ന കാര്യം അവൻ എന്ത് ചെയ്യുക? ഫോർവേഡ് ചെയ്യുക. നീ സ്വർഗത്തിൽ പോകത്തില്ല. നീ മനസ്സിലായില്ലേ? എടാ, സ്വർഗത്തിൽ പോകുന്നവനൊരു ലക്ഷണമുണ്ടെന്നേ. സ്വർഗത്തിൽ പോകുന്നവൻ്റെ സ്വഭാവം കാണുമ്പോൾ അത് അറിയാമെന്നേ. ചുമ്മാ രക്ഷ, കൃഷ്ണൻകുട്ടി പറയുന്ന പോലെ നമ്മുടെ രക്ഷ ചെമ്പുകലത്തിലാണ്. പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ബ്രദറുകാരുടെ രക്ഷയൊക്കെ ഇതിനകത്താ, ചെമ്പുകലത്തില്ല. എന്ത് ചെയ്താലും ഇതെന്ത് ചെയ്യുകയല്ല? പോകത്തില്ല. ഇത് പോവുകയല്ല. കള്ളം പറഞ്ഞാൽ ഒട്ടും പോകത്തില്ല. നുണ പറഞ്ഞാലോ ഒട്ടും പോകത്തില്ല. കള്ളു കുടിച്ചാലോ ഒട്ടും പോകത്തില്ല. അത് കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ്, പോവുകയല്ല. ബീഡി വലിച്ചാലോ അത് ചുമ്മാ അത് ചുണ്ട് കറക്കുമെന്നല്ല. അത് സ്വർഗവും ഇതും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. ആന്ന് മോനെ, ഇങ്ങനെയൊക്കെയാണ് മോനെ പ്രസംഗിക്കേണ്ടത്. ചുമ്മാ അവരെ കടുമുട പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യപിക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞവന് ഇരിപ്പുണ്ടോ? നിന്റെ മുടിഞ്ഞ കുടി ഇന്ന് രാത്രി നിർത്തിക്കോണം. ഇല്ല, നീ പോകത്തില്ല. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് അങ്ങനെ പോകാൻ കഴിയുകയില്ല. നീ ബീഡി വലിക്കുന്നവനാണോ? നിർത്തുന്ന രാത്രി നിന്റെ ബീഡി വലി. ചീത്ത വിളിക്കുന്നവനുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? നിർത്തിക്കോണം. നിന്റെ നാക്ക് ശുദ്ധീകരിച്ചതാ. നിന്തിരുനാമം വാഴ്ത്തുവാൻ, നിൻ പുതുഗാനം പാടുവാൻ, ശാപം നിറഞ്ഞായൻ നാവിനെ ശക്തീകരിച്ചു നിൻ രക്തത്താൽ. എത്ര മനോഹരമായ പാട്ടാ! നിൻ തിരുനാമം വാഴ്ത്തുവാൻ, നിൻ പുതുഗാനം പാടുവാൻ എൻ്റെ നാവിനെ നിന്റെ രക്തത്താൽ ശക്തീകരിച്ചു. ആ ശക്തീകരിച്ച നാവുകൊണ്ട് നീ കള്ളം പറയരുത്, പോഷ്കു പറയരുത്, വഞ്ചിക്കരുത്, ദൂഷണം പറയരുത്, ചീത്ത പറയരുത്.
മനസ്സിലായോ? ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നീ ആപ്പല്ല തുറക്കേണ്ടത്. ദൈവമേ, നിന്റെ വചനം സ്വർഗത്തിലെന്നേക്കും ഈ പ്രേമ കത്ത് വേണം നോക്കാൻ. ഇന്ന് രാവിലെ എൻ്റെ അപ്പൻ എന്നോട് എന്നാ പറയാനുള്ളത്? ഇന്ന് രാവിലെ എൻ്റെ അപ്പൻ എന്നോട് എന്നാ പറയാനുള്ളത്? അത് കേൾക്കാൻ ഇന്ന് പകലിൽ ഞാൻ പ്രബോധിപ്പിച്ചതുപോലെ ശിഷ്യന്മാരുടെ കാതുകൾ വേണം. ശിഷ്യന്മാരെ പോലെ അധികാലത്തുണരണം. ദൈവശബ്ദം കേൾക്കണം. മഹാകവി കെ.വി. സൈമൺ സാർ പ്രഭാതത്തിൽ പാടേണ്ട ഒരു പാട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല. പരീക്ഷിച്ച് നോക്ക്. 2025 നീ പരീക്ഷിച്ച് നോക്ക്. നിന്റെ കൂടാരത്തിൽ നിന്ന് തിന്മ നീക്കിക്കള. നിന്റെ കൂടാരത്തിൽ നിന്ന് ശാപം നീങ്ങിപ്പോകും. നിന്റെ കൂടാരത്തിൽ നിന്ന് പീഡ നീങ്ങിപ്പോകും. നിന്റെ കൂടാരത്തിൽ നിന്ന് ബാധ നീങ്ങിപ്പോകും. നിന്റെ കൂടാരത്തിൽ നിന്ന് ഉപദ്രവം നീങ്ങിപ്പോകും. നിന്റെ കൂടാരത്തിൽ ഈ യോബിനെ പോലെ ദൈവത്തിന്റെ സഖ്യതയുണ്ടാകണം. ദൈവത്തിന്റെ സഖ്യതയുണ്ടാകണം. അതിന് പകരം എന്തുണ്ടായാലും നിന്റെ കൂടാരം നന്നാകുകയില്ല, കൂടാരത്തിലുള്ളവരും നന്നാകുകയില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്നോട് ദൈവത്തിന് പറയാനുള്ളത് തുറക്കാൻ ഇത് തുറക്കണമേ. മക്കളെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, ഇത് തുറക്കണം. ദൈവം നമ്മോട് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മോനെ, മൈക്കൊക്കെ നല്ലതാ, കേൾക്കുന്നുണ്ടല്ലോ. ദൈവമക്കളാണെന്ന് എനിക്ക് മനസ്സിലായി കയ്യടിയൊക്കെ കണ്ടപ്പോൾ. സ്തോത്രം. എല്ലാവരും കേട്ടോണം, ഈ കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം. ഇന്നൊരു തീരുമാനമെടുക്കണം. പ്രഭാതത്തിൽ എൻ്റെ അപ്പൻ എന്നോട് പറയുന്നത് കേൾക്കാൻ എൻ്റെ വേദപുസ്തകം ഞാൻ തുറക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ള ആപ്പും എല്ലാം തുറക്കത്തുള്ളൂ. ബാക്കി പറയാൻ വന്നാൽ എനിക്ക് പറ്റുകയില്ല ആ വാക്ക്. മനസ്സിലായില്ലേ? ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതിൻ്റെ സാരണം വിഷയത്തിലേക്ക് വേഗത്തിൽ വന്ന് അവസാനിപ്പിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായി ദൈവം ദാനിയേലിന് ഒരു പ്രത്യേക കാലഘട്ടം കൊടുക്കുകയാ. കാലഘട്ടം എന്താണ്? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആ കാലഘട്ടത്തിലാണ് ഇസ്രയേലിന് പൂർണ്ണമായ വീണ്ടെടുപ്പ് കിട്ടുന്നത്. ഇസ്രയേലിന് പൂർണ്ണമായ ശുദ്ധീകരണം കിട്ടുന്നത്. ഇസ്രയേലിന് പൂർണ്ണമായ മഹത്വീകരണം കിട്ടുന്നത്. അതിനായിട്ട് ദൈവം കൊടുത്ത കാലഘട്ടത്തിന്റെ പേരാണ് 70 ആഴ്ചവട്ടങ്ങൾ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 70 ആഴ്ചവട്ടങ്ങൾ. അതൊരു വലിയ വിഷയം. അതൊന്നും ഇവിടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്രയൊന്ന് കേട്ടാൽ മതി. അതിലൊരാഴ്ചവട്ടമെന്ന് പറയുന്നത് 7 വർഷമാണ്. തെളിവുണ്ടോ? ഒത്തിരി തെളിവുണ്ട്. വിവരിപ്പാൻ നേരമില്ല. തെളിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരാഴ്ചവട്ടമെന്ന് പറയുന്നത് 7 വർഷം. അങ്ങനെങ്കിൽ 70 ആഴ്ചവട്ടങ്ങളെന്ന് പറയുമ്പോൾ എത്ര വർഷം? എത്ര വർഷം? അതിനെയും ഇത് കാൽക്കുലേറ്റർ എടുക്കണമായിരിക്കും. 70 × 7 = 490 വർഷങ്ങൾ. അപ്പോൾ യഹൂദൻ്റെ വീണ്ടെടുപ്പിനും ശുദ്ധീകരണത്തിനും മഹത്വീകരണത്തിനുമായി ദൈവം നിയമിച്ചിരിക്കുന്ന കാലഘട്ടമാണ് 490 വർഷങ്ങൾ അടങ്ങുന്ന 70 ആഴ്ചവട്ടങ്ങൾ. ആ 70 ആഴ്ചവട്ടങ്ങളിലെ കേട്ടോണം, ആദ്യത്തെ 69 ആഴ്ചവട്ടം അഥവാ 483 വർഷങ്ങൾ. 483 വർഷങ്ങൾ അടങ്ങുന്ന 69 ആഴ്ചവട്ടത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. മനസ്സിലാക്കാൻ പ്രധാനമായും 2 കാര്യങ്ങൾ സംഭവിക്കണം. ഈ 69 ആഴ്ചവട്ടത്തിനുള്ളിൽ പ്രധാനമായും 2 കാര്യങ്ങൾ സംഭവിക്കണം. അതവിടെ പറയുന്നു. ഒന്ന്, യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം. ഇത് ഏത് സമയത്ത് എഴുതിയാന്നറിയാമോ? ബാബേൽ പ്രവാസത്തിലായിരിക്കുമ്പോഴാണ്. ദാനിയേലിന് ഈ കണക്ക് കിട്ടുമ്പോൾ പ്രവാസകാലം 70 ആണെങ്കിൽ വളരെ വ്യക്തമായി വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം 68 വർഷം പിന്നിട്ടു. ഇനിയൊരു 2 വർഷമേ ഉള്ളൂ. പക്ഷേ ആ 2 വർഷം തീരുന്നതിന് മുൻപ് വേറൊരു 70ൻ്റെ കണക്ക് കൊടുക്കുകയാണ്. ഇതെന്തിനാ? ഞാൻ ഓർപ്പിച്ചതുപോലെ അവരുടെ പ്രത്യാശയെ വെളിപ്പെടുത്തുന്ന, പൂർത്തീകരിക്കുന്ന ഒരു 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക്. 490 വർഷം. അതിൽ 69 ആഴ്ചവട്ടത്തിൽ ഒന്നാമത് സംഭവിക്കേണ്ടത് യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം.
പ്രിയപ്പെട്ടവരെ, 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിന് വേണ്ടി യഹൂദ ജനത്തെ അന്നത്തെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഈ യെരൂശലേം നഗരം അവൻ നശിപ്പിച്ചു. അതിൻ്റെ മതിലുകളെല്ലാം ഇടിച്ചു, അതിൻ്റെ വാതിലുകളെല്ലാം തീ വെച്ചു ചുട്ടു, അത് ശൂന്യമാക്കി. അത് പണിയുന്ന കാര്യമാ പറയുന്നത്. 69 ആഴ്ചവട്ടത്തിനുള്ളിൽ ഒന്നാമത് അത് സംഭവിക്കണം. അത് പണിതോ? ആദ്യം പണിതത് മതിലാ പണിതത്. ആരുടെ നേതൃത്വത്തിൽ? കേൾക്കണം, നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ. അത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാലക്കണക്ക് പറയാം, BC 445 അന്നത് സംഭവിച്ചു. വർഷങ്ങൾ പലതെടുത്തു മതിലും ബാക്കിയുള്ള നഗരങ്ങളും പണിതെടുക്കാൻ. രണ്ടാമത് സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? കേട്ടോളൂ, അഭിഷക്തനായ പ്രഭു വരണം. മനസ്സിലായില്ലേ? 483 വർഷങ്ങൾ അടങ്ങുന്ന 69 ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന്, യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം. അത് സംഭവിച്ചു, ചരിത്രത്തിലായി. രണ്ടാമത് പിന്നെ AD 70 അത് നശിപ്പിക്കപ്പെട്ടു. അത് ഇതുമായിട്ട് ബന്ധമില്ല. രണ്ടാമത് സംഭവിക്കേണ്ടത് അഭിഷക്തനായ പ്രഭു വരണം. ആരാണ് ഈ അഭിഷക്തനായ പ്രഭു? ആരാ? പുറകിലിരിക്കുന്നവർക്കും മുമ്പിലിരിക്കുന്നവർക്കും ഒക്കെ പറയാം, ആരാണ് ഈ അഭിഷക്തനായ പ്രഭു? അത് പിന്നെ ഛേദിക്കാം, വന്നിട്ട് വേണ്ടേ ഛേദിക്കാൻ? ആദ്യം വരട്ടെ. 2 അഭിഷക്തന്മാരെ ആ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദാനിയേൽ എത്ര? 9:26. 2 അഭിഷക്തന്മാരെ കുറിച്ച് പറയുന്നു. ഒന്ന് അഭിഷക്തനായ പ്രഭു, രണ്ടാമത്തേത് വരുവാനുള്ള പ്രഭു. നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ല? വായിക്കരുത്. ഒന്ന് അഭിഷക്തനായ പ്രഭു, രണ്ടാമത്തേത് വരുവാനുള്ള പ്രഭു. ഈ അഭിഷക്തനായ പ്രഭു ആരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. വരുവാനുള്ള പ്രഭു ആരാണ്? നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ആ പുള്ളിക്കാരന്. ആരാ? അന്തിക്രിസ്തു, എതിർ ക്രിസ്തുവാണ് വരുവാനുള്ള പ്രഭു. ഈ വരുവാനുള്ള പ്രഭുവിന് മുൻപ് അഭിഷക്തനായ പ്രഭു വരണം. വന്നു. യേശു അഭിഷക്തനായ പ്രഭുവായി വെളിപ്പെട്ടത് എപ്പോഴാ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിലർ പറയും സ്നാനസമയത്താണെന്ന്. അല്ല, യേശു അഭിഷക്തനായ പ്രഭുവായി വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഹോശാന ഞായറാഴ്ച കഴുതയുടെ പുറത്ത് കയറി രാജാവായി പോകുന്ന പോക്ക്. സഖറിയാവ് 9-ാം അധ്യായത്തിൽ പറയുന്നു, സിയോൻ പുത്രിയേ ആർപ്പിടുക, നിന്റെ രാജാവ് സൗമ്യനായി പെൺകഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നു. സിയോൻ പുത്രിയെ ആർപ്പിടുക. യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിച്ച പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഹോശാന ഞായറാഴ്ച യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് ജൈത്രയാത്ര നടത്തി. അതാണ് അഭിഷക്തനായ പ്രഭുവായി യേശു രംഗപ്രവേശനം ചെയ്തത്. മനസ്സിലായോ? മനസ്സിലാക്കണമെന്ന്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ന് പോകാൻ. ഒരെണ്ണം ഇന്ന് രാത്രി ഉറങ്ങരുത്. അസ്വസ്ഥതയായിട്ട് ഞെളിപിരി കൊണ്ട് കിടക്കണമെന്നേ. ഇത്രയും കാലം ഉറങ്ങിയില്ലേ? പോലെ മതിയെന്നേ. അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്തു. കേട്ടക്കണം. അടുത്തത് വായിക്കുന്നത്, അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടമെന്ന മലയാളത്തിൽ ശരിയുള്ള ട്രാൻസ്ലേഷൻ എന്ന് ഞാനൊന്ന് പറയാം. പഠിക്കുന്നവർ ഇവിടെ ഉണ്ടല്ലോ. യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7-62 ആഴ്ചവട്ടങ്ങൾ. 7-62 ആഴ്ചവട്ടങ്ങൾ എന്താണ് വരേണ്ടത്? അങ്ങനെയെങ്കിൽ 69 ആഴ്ചവട്ടം. അതിലൊന്നാമത്തേത് സംഭവിച്ചു, രണ്ടാമത്തേത് സംഭവിച്ചു. അത് കഴിഞ്ഞ് വായിക്കുന്നത്, അത് കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, ഹോശാന ഞായറാഴ്ച യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി അഭിഷക്തനായ പ്രഭുവായി വെളിപ്പെട്ട് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചയായപ്പോൾ യേശു എന്ത് ചെയ്തു? ഛേദിക്കപ്പെട്ടു. ചില ദിവസങ്ങൾ പിന്നിട്ടതേയുള്ളൂ. യേശു ഛേദിക്കപ്പെട്ടു, കുരിശിൽ ഛേദിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ,
കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് അഭിഷക്തനായ പ്രഭുവായി മശിഹയായി യേശു ജൈത്രയാത്ര നടത്തിയെങ്കിലും അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അവർ യേശുവിനെ ക്രൂശിക്കൂ. ആ അഭിഷക്തൻ കുരിശിൽ ഛേദിക്കപ്പെട്ടു. മലയാളത്തിലൊരു പ്രയോഗം അവിടെ കൊടുക്കുന്നുണ്ട്, അവൻ ആരുമില്ലെന്ന് വരും. വായിച്ചിട്ടില്ല? എൻ്റെ ദൈവമേ, അവൻ ആരുമില്ലെന്ന് വരും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നാ പറയുന്നറിയാമോ? നോട്ട് ഫോർ ഹിംസെൽഫ്. അതവന് വേണ്ടിയല്ല. ഓ, ഇന്ന് രാത്രി പൂമലക്കാർ മനസ്സിലാക്കണം, വചന കൂടാരത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, കാൽവറിയിലെ കൊലമരത്തിൽ 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടത് അവന് വേണ്ടിയല്ല. പിന്നെ ആർക്കു വേണ്ടിയാണ്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാ. ഓരോരുത്തർക്കും വേണ്ടിയാ അവൻ ഛേദിക്കപ്പെട്ടു. അങ്ങനെ 69 ആഴ്ചവട്ടം തീർന്നു. ഇനി എത്ര ഉണ്ട്? പറ. മൊത്തം എത്ര? 70. 69 കഴിഞ്ഞു. അഭിഷക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടെ ഇനിയും ദൈവത്തിൻ്റെ പഞ്ചാംഗത്തിൽ ഒരാഴ്ചവട്ടമുണ്ട്. അതായത് 7 വർഷമുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. ആ 70ാമത്തെ ആഴ്ചവട്ടം 69നെ തുടർന്ന് യഹൂദന് വരേണ്ടതാ. പക്ഷേ വന്നിട്ടില്ല. എന്താ കാര്യമെന്നറിയാമോ? യഹൂദനോടുള്ള ബന്ധത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി അവസാനിച്ചില്ല, തൽക്കാലം നിർത്തിവെച്ചു. എന്തുകൊണ്ട് നിർത്തിവെച്ചു? യോഹന്നാൻ 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ക്രൂശിക്ക 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 എന്ന് എത്രയും നിലവിളിച്ചു പറഞ്ഞു. ആ പാപം അവരുടെ മേൽ കടന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അതിൻ്റെ ശിക്ഷ അവർ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ എനിക്കിപ്പോൾ നേരമില്ല. എങ്കിലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞതിനാൽ 70ാമത്തെ ആഴ്ചവട്ടം, ഒടുവിലത്തെ ആഴ്ചവട്ടം അവരോടുള്ള ബന്ധത്തിൽ ദൈവം തൽക്കാലം നിർത്തിവെച്ചിട്ട് പുസ്തകം അടക്കാൻ പോവുക. നിർത്തിവെച്ചിട്ട് എങ്ങോട്ട് പോയി? ജാതികളിലേക്ക് തിരിഞ്ഞു. സ്തോത്രം. ജാതികളിലേക്ക് തിരിഞ്ഞു. വല്ലയിടത്തും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏത് പുസ്തകത്തിൽ? അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തി എവിടെയാ? അപ്പോസ്തല പ്രവൃത്തി 15:14. അങ്ങേരോട് വായിക്കണമെന്നൊക്കെ പറഞ്ഞത് ഒന്നും വായിപ്പിച്ചില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നറിയോ? 15:14. ഒന്ന് വരയിട്ട് വെച്ചോണോ, സൂക്ഷിച്ച് വെച്ചോ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഈ ദൈവം ജാതികളിൽ നിന്ന് തനിക്കായി ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജാതികളിൽ നിന്ന് തനിക്കായിട്ടൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ദൈവം കടാക്ഷിച്ചു. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് 70ാം ആഴ്ചവട്ടത്തെ സംഭവങ്ങൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം തൽക്കാലം നിർത്തിവെച്ചിട്ട് ദൈവമില്ലാത്ത ജാതികളിലേക്ക് ദൈവം തിരിഞ്ഞു. ദൈവം തിരിഞ്ഞിട്ട് ആ ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ എടുത്തു. ആ എടുത്തവരാ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? ബ്രദറെ, അത് പറയരുത്. തോമാസ്ലിയ വന്നപ്പോൾ നേരെ ഞങ്ങളുടെ വീട്ടിലാണ് വന്നത്. പള്ളി പറഞ്ഞാൽ മതി. എല്ലാവരും അങ്ങനെ. ഞങ്ങളുടെ നാട്ടിൽപ്പെട്ടവരെല്ലാം പറയുന്നത് എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ 3 അപ്പന്മാർ കുറവിലങ്ങാട്ടു നിന്ന് വന്നു. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പേരപ്പൻ സ്ഥിരം പറഞ്ഞുകൊണ്ടാണ് നടന്നത്. എടാ, നമ്മൾ ആ 3 പേര് ഇപ്പം ഏതെല്ലാം അപ്പന്മാർ, ഈ അപ്പന്മാർക്ക് ഇത്രയും മക്കളുണ്ട്, എല്ലാം കുറവിലങ്ങാട്ടു നിന്ന് വന്ന്. കുറവിലങ്ങാട്ട് തന്നെ അവിടെ 2 ഗുണമുണ്ട്. എൻ്റെ ദൈവമേ, വെറുതെ പാരമ്പര്യത്തിലൊന്നും ഊറ്റം കൊള്ളരുത്. നീ കോണപ്പെട്ടില്ല, നീ നരകത്തിലാണ് പോകുന്നത്. അതാണ് യേശു പറഞ്ഞത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട്, വലിയ പാരമ്പര്യമുള്ള യഹൂദനായ നിക്കോദിമോസിനോടാണ് പറഞ്ഞത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, അവകാശമാകുകയില്ല.
അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞ് ജാതികളിൽ നിന്ന് തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു എന്നുള്ളത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇതുവരെ 70ാമത്തെ ആഴ്ചവട്ടം വന്നിട്ടില്ല. ആ ഒടുവിലത്തെ ആഴ്ചവട്ടം 69 കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. അതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, 69നും 70നും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിന് കൊടുക്കുന്ന പേരാണ് സഭായുഗം. സ്തോത്രം. പരിശുദ്ധാത്മയുഗം, കൃപായുഗം. 2000-ൽ പരം വർഷമായെന്നേ. അപ്പോൾ അവർ യേശുവിനെ നിഷേധിച്ചത് നമുക്കെന്ത് ചെയ്തു? വളരെ ഗുണം. സാറ് പറയുന്നത് ഞാൻ ഗുണമായെന്നേ പറയാൻ പോയുള്ളൂ. സാറിരുന്നോട്ട് പറയുക വളരെ ഗുണം. ശരിയാണത്, വളരെ ഗുണമായെന്നേ. അവർ ജീവൻ്റെ അപ്പത്തെ എടുത്ത് കളഞ്ഞത് നമുക്ക് ഗുണമായി. പണ്ട് കാലത്ത് പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന 3 പിള്ളേർ 4 മണി വിട്ട് വന്നപ്പോൾ അമ്മ അവർക്ക് കഴിക്കാൻ 3 നെയ്യപ്പവും വാങ്ങിച്ചു വെച്ചു, 3 ഗ്ലാസ് കടുങ്കാപ്പി ഒരുക്കി വെച്ചു. മൂത്തവനെ മുതൽ വിളിച്ചു, എന്നാൽ നിനക്ക് 1 ഗ്ലാസ് കടുങ്കാപ്പിയും 1 നെയ്യപ്പവും. രണ്ടാമത്തവനും കൊടുത്തു 1 ഗ്ലാസ് കടുങ്കാപ്പിയും 1 നെയ്യപ്പവും. മൂന്നാമനും വിളിച്ചു കൊടുത്ത അവനും കൊടുത്തു 1 ഗ്ലാസ് കടുങ്കാപ്പിയും 1 നെയ്യപ്പവും. പക്ഷേ ഇളയവൻ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് കടന്ന് ചിണുങ്ങാൻ തുടങ്ങി. എനിക്ക് 2 വേണം. അച്ചാച്ചന്മാർക്ക് ഓരോന്ന് കൊടുത്തു, എനിക്ക് 2 വേണം. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ശാന്തമായിരിക്കും, എല്ലാവർക്കും ഓരോന്ന്. അവൻ സമ്മതിക്കുകയില്ല, കടന്നങ്ങ് ബഹളമാണ്. അപ്പോൾ അമ്മ അടുക്കളയെ കറിക്കെന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നീ വേണേ തിന്നുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇവന് ദേഷ്യം വന്ന് ഇവൻ ആ നെയ്യപ്പം എടുത്ത് ഒരു ഏറ് കൊടുത്തു അടുക്കളയിലോട്ട്. അമ്മയുടെ മടിയിലാണ് വന്ന് വീണത്. അമ്മ അതെടുത്ത് കടിച്ച് തിന്നുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്നുടെ കോപം എന്നുടെ ഭാഗ്യമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് സംഭവിച്ചത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവൻ്റെ അപ്പം യഹൂദൻ്റെ അടുക്കലേക്ക് വന്നു. യഹൂദൻ്റെ ഇടയിൽ നിന്നല്ലോ രക്ഷ വരുന്നത്. ആ യഹൂദൻ്റെ അടുക്കലേക്കാണ് ജീവൻ്റെ അപ്പം ചെന്നത്. അവൻ എടുത്തൊരേറ് കൊടുത്തു, അത് വന്നു വീണത് നമ്മുടെ മാറിടത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പം നമ്മളിലുണ്ട്. ദൈവമേ, ആരാ ഉള്ളിലിരിക്കുന്നത്? റിജോയെ, നന്നായിരുന്നു. ഞാൻ അതിനൊരു നന്ദി പറയാനിരുന്നതാ. ചിലരാണ് വലിച്ചു വാരി പറയും നന്ദി. അയ്യോ, എങ്ങനെയുള്ളവനായിരിക്കുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശ. എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇവനെ ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആരെ ചുമന്നുകൊണ്ട്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശുവിനെ ചുമന്നുകൊണ്ട്, ആകാശത്തെ വിരിച്ചവനെ ചുമന്നുകൊണ്ട്, ഭൂമിക്കടിസ്ഥാനമിട്ടവനെ ചുമന്നുകൊണ്ട്, സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടിയവനെ ചുമന്നുകൊണ്ടാ നമ്മൾ നടക്കുന്നത്. ഈ ആകാശഗോളങ്ങളെ നിർമ്മിച്ചു നിർത്തി അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഒന്നും വ്യതിചലിച്ചു പോകാതെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നവനെ ചുമന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും നടക്കുന്നത്. ഇത് ചിന്തിച്ചിട്ടുണ്ടോ മോനെ? ചിന്തിച്ചിട്ടുണ്ടോ ഇത്? ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഏതാണ്ട് ഔദാര്യം കൊടുത്തതുപോലെ. നിന്റെ ഔദാര്യം വേണ്ട, നീ സ്വീകരിച്ചില്ലെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക. മനസ്സിലായില്ലേ? അയ്യോ, ഇപ്പോഴും ചിലരുടെ മുഖം നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ മുട്ടക്കച്ചവടം ചെയ്തേച്ച് മൊത്തം പൊട്ടിപ്പോയ വിധത്തിലാണ് മോന്തയിരിക്കുന്നത്. എടാ സഹോദര, സന്തോഷത്തോടിരിക്കെ. നീ സന്തോഷിക്കുക ദൈവസന്നിധിയിൽ. ഈ പാർത്തലത്തിൽ പഠിക്കേ, സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എന്തോ ഒരു സന്തോഷമാണ്. ആനന്ദമേ, പരമാനന്ദമേ. എന്താ കാര്യം? ഈ പാർത്തലത്തിൻ്റെ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നു. 19-ാം വയസ്സിൽ ഇതുപോലെ നടന്ന ഒരു യോഗത്തിൽ ഒരു ദൈവദാസൻ വിളിച്ചു ചോദിച്ചു, ഈ പ്രത്യാശയെ സ്വീകരിക്കാൻ ആരൊരുക്കമുണ്ട്?
ആരും കാണാതെ ഒരു കരിക്കല്ലിൻ്റെ പുറത്ത് ഇരുളിൻ്റെ മറവിൽ 19-ാം വയസ്സിലിരുന്ന് ആ വചനം കേട്ടുകൊണ്ടിരുന്ന ഞാൻ നിറകണ്ണുകളോടുകൂടെ ഞാൻ ആ പന്തലിലേക്ക് ചെന്നു, വെളിച്ചമുള്ളിടത്തേക്ക് ചെന്നു. കണ്ണ് നിറഞ്ഞ് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ജീവനെ തന്ന ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. സ്തോത്രം. അന്ന് ചുമക്കാൻ തുടങ്ങിയതാ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സഭാകാലം തീരും മോനെ. ചിലപ്പോൾ ഇന്ന് തീരും കേട്ടോ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ നടുവിലോ പുറകിലോ എവിടെയെങ്കിലും നിപ്പുണ്ടോ? കുഞ്ഞേ, സഹോദര, യുവാവേ, യുവതിയെ, എൻ്റെ കുഞ്ഞേ, നീ നശിക്കരുത്. സഭാകാലം തീരാൻ പോകുക. കൃപാകാലത്തിന്റെ തിരശ്ശീല വീഴാൻ പോകുക. യേശു മേഘത്തിൽ വെളിപ്പെടാറായി. ദൈവത്തിന്റെ സഭ ഇവിടെ നിന്ന് പോകാറായി. നീ കൈവിടപ്പെട്ടു പോകരുതേ. അന്തിക്രിസ്തുവിന്റെ തേർവാഴ്ചയിലേക്ക് നീ പോകരുത്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയിലേക്ക് എറിയപ്പെടരുത്. ഈ രാത്രി രക്ഷിക്കപ്പെട. യേശുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറ. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഈ സഭായുഗം തീർന്ന യേശു മേഘത്തിൽ വന്ന് സഭയുടെ ഉൽപ്രാവണം നടന്ന് സഭ സൈമൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോൻ കഴിഞ്ഞ ദിവസം പാടിയ പാട്ടിലുണ്ടത്, പാടിക്കാണുമെന്ന് കരുതുന്നു. 1000 അതിനകത്തല്ലല്ലേ മോനെ, 1000 കോടി വാനഗോളങ്ങൾ. അയ്യോ, എൻ്റെ ദൈവമേ, അതൊക്കെ ഒന്ന് പാടി ചിന്തിച്ചാലുണ്ടല്ലോ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടും. യേശു മേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാം യേശുവിനോട് സദൃശരായി ഇവിടെ നിന്ന് പോകും. 1000 കോടി വാനഗോളങ്ങളെ. എൻ്റെ ദൈവമേ, ഇന്ന് മനുഷ്യൻ ചൊവ്വായിലെത്താനും ചൊവ്വായിൽ നിന്ന് ഇവിടെ വരാനും എന്തുമാത്രം മണിക്കൂറുകളായി എടുക്കുന്നത്. ഇതത്രയും സമയമില്ല. എന്തോ സമയമെടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്തിട്ട് കാണിക്കാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് കണ്ണടച്ച് ഇത്ര നേരെയുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങൾ. ഞാനുണ്ടല്ലോ സന്തോഷത്തെ മതിമറന്നാണെന്നേ ഈ വയസ്സും പ്രസംഗിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് മണിക്കൂറൊന്നും വേണ്ട. വേറൊരു വാക്കുകൂടെ പറയാം. അവിടെ പെട്ടെന്നൊന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പദം എന്താണെന്നറിയാമോ? ആറ്റോമോസ് എന്നാണ്. ആറ്റോമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. അന്ന് ആറ്റം വിഭജിച്ചിട്ടില്ല. അന്ന് എഴുതി വെച്ചതാ. ഇന്ന് വിഭജിച്ചു, അന്ന് വിഭജിച്ചിട്ടില്ല. ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പദാർത്ഥത്തെ വിഭജിക്കാനാവാത്ത ആ ഒരു ഘടകം, ആ ഒരു പരമാണു, അതിനാണ് ആറ്റമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആറ്റോമോസ് എങ്ങനെയാ വന്നത് കേട്ടോ? എൻ്റെ ചിന്തയാ. സമയത്തെ വിഭജിച്ചു മണിക്കൂറാക്കുക, മണിക്കൂറിനെ വിഭജിച്ച് മിനിറ്റ് ആക്കുക, മിനിറ്റിനെ വിഭജിച്ച് സെക്കൻഡ് ആക്കുക, സെക്കൻഡിനെയും വിഭജിച്ച് എൻ്റെ ദൈവമേ, വിഭജിച്ച് സമയം വിഭജിക്കാനാവാത്ത, എന്താ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. സമയം ആ വിഭജിക്കാനാവാത്ത ആ ഒരു ടൈം ഉണ്ടല്ലോ, അത്രയും മതി അവിടെ എത്താൻ. പോണ്ടേ നമുക്ക് പോവാം. ഇനി അധികം കാലം ഇവിടെ നിൽക്കണ്ട. പാപം കൊടികുത്തി വാഴുന്ന ലോകം, അക്രമങ്ങളും അഴിമതികളും കൊടികുത്തി വാഴുന്ന ലോകം, പിന്മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പാറയുടെ പിളർപ്പിലും, എന്തൊരു വചനമാണെന്നറിയാമോ അത്? പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നമ്മുടെ മുഖം കാണാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ സ്വരം കേൾക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമുക്കും പറയാം, പ്രിയനേ, സർവാംഗ സുന്ദരനായ നിന്നെ എനിക്ക് കാണണം.
എൻ്റെ സങ്കടങ്ങളും ക്ലേശങ്ങളും വേദനകളും എന്തുമാത്രം ഇഞ്ചക്ഷനായി എടുക്കുന്നതില്ലേ, എന്തുമാത്രം മരുന്നാണ് ഉപയോഗിക്കുന്നത്, എന്തുമാത്രം രൂപയാണ് മെഡിക്കലിന് കൊടുക്കുന്നത്, ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നത്. എന്ത് ത്യാഗമാണ് നമ്മൾ സഹിക്കുന്നത്, എന്തോ ഒരു വേദനയാണ് സഹിക്കുന്നത്. ഓർത്ത് നോക്കിയേ, ഓരോ വീടുകളെയും എടുത്താലും പല വീടുകളും അഗ്നിശോധനയിലൂടെ കടന്നു പോകുകയല്ലേ. നമുക്ക് പ്രിയനോട് പറയാപ്പാ, വേഗം വാ, വേഗം വാ, വേഗം വാ, എനിക്കങ്ങയെ കാണണം, എനിക്കങ്ങയുടെ അടുക്കൽ പോകണം. ഇന്ന് രാത്രിയിൽ അത് സംഭവിച്ചാൽ, മേഘപ്രത്യക്ഷത സംഭവിച്ചാൽ, കേൾക്ക്, ദൈവത്തിൻ്റെ കാര്യപരിപാടി യഹൂദനോടുള്ള ബന്ധത്തിൽ അപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. 70ാമത്തെ ആഴ്ചവട്ടം, ഒടുവിലത്തെ 7 വർഷം. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, ദൈവസഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടാൽ 7 വർഷം കഴിഞ്ഞാണ് ഈ മഹത്വ പ്രത്യക്ഷത വരാൻ പോകുന്നത്. 7 വർഷം എന്താ നടക്കുന്നത്? ഞാൻ ഓർപ്പിച്ചു, മഹോപദ്രവകാലം, മഹാപീഡനകാലം. അതിലൊടുവിലത്തെ 3.5 വർഷമാണ് ഏറ്റവും വലിയ മഹോപദ്രവം നടക്കുന്നത്. ദൈവം ഭൂമിയുടെ മേൽ ക്രോധകലശം ഒഴിക്കുകയാണ്. 7 മുദ്രകൾ പൊട്ടിക്കുന്നതിലൂടെ, 7 കാഹളത്തിന്റെ ഊത്തിലൂടെ, 7 ക്രോധകലശം പൊട്ടിക്കുന്നതിലൂടെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കര ന്യായവിധി സംഭവിക്കാൻ പോകുകയാ. അന്ന് ദ്വീപുകളൊക്കെ പോകുമെന്നാ ബ്രദറെ എഴുതിയിരിക്കുക. ദ്വീപുകളൊക്കെ പോകും. ദ്വീപുകൾ തന്നെയല്ല, വലിയ നഗരങ്ങളും തകരുന്നതായി. കേൾക്ക്, വെളിപ്പാട് 18-ലും 19-ലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 16-ലും എഴുതി വെച്ചിട്ടുണ്ട് വെളിപ്പാട്. ഇത് ചുമ്മാത് പറയല്ല, വീട്ടിൽ ചെന്ന് നോക്കണം. വെളിപ്പാട് 16-ലും 19-ലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ 18-ലുമെല്ലാം ഈ നഗരങ്ങൾ തകരപ്പെടും, ദ്വീപുകൾ അപ്രത്യക്ഷമാകും. സംഭവിക്കും. നിങ്ങളെല്ലാം യൂട്യൂബ്, ഈ സോഷ്യൽ മീഡിയ നോക്കുന്നവരല്ലേ, ഇല്ലേ? അതിനകത്ത് കൊള്ളാവുന്നത് വേണം നോക്കാൻ. ഹിസ്റ്റോറിക്കലായ ഒരുപാട് കാര്യങ്ങൾ ഇറക്കുന്ന വിജ്ഞാനപ്രദമായ കാര്യങ്ങളുള്ളതുണ്ട്, അതേ നോക്കാവൂ. മനസ്സിലായില്ലേ? കഴിഞ്ഞിടെ പറഞ്ഞ എന്നാന്നറിയാം, നിങ്ങൾ കേട്ട് കാണും, വലിയ ന്യൂസ് ചാനലുകളിലും വന്നതാ. അനേക നഗരങ്ങൾ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അന്റാർട്ടിക്ക സമുദ്രത്തിൻ്റെ അഗാധതയിലുണ്ടാകുന്ന ഭൂകമ്പത്താൽ, കേൾക്കണം, ഭൂകമ്പത്താൽ അമേരിക്കയിലെ 70 ലക്ഷം ആളുകൾ അപ്രത്യക്ഷമാകുമെന്നാണ് എഴുതി അവർ പറഞ്ഞിരിക്കുന്നത്. അത് 2040-നോ 50-നോടോ അടുത്ത് സംഭവിക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഒരു വസ്തുത മനസ്സിലാക്കണം. ഗുജറാത്തിൽ ലത്തൂരിൽ വലിയ ഭൂകമ്പമുണ്ടായപ്പോൾ അന്നത്തെ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഇതാണ്: ലത്തൂരിലുണ്ടായിട്ടുള്ള ഭൂകമ്പത്തേക്കാൾ വലിയ ഭൂകമ്പം സംഭവിക്കാൻ പോകുകയാണ്. ഭൂമിക്ക് താങ്ങാനാവുകയില്ല, ദ്വീപുകൾ അപ്രത്യക്ഷമാകുമെന്ന്. കേൾക്കണോ നിങ്ങൾക്ക്? നമ്മുടെ കൊച്ചി നഗരം അപ്രത്യക്ഷമാകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്ത നഗരം, ലണ്ടൻ നഗരം, മുംബൈ നഗരം, ചെന്നൈ നഗരം, ന്യൂയോർക്ക് നഗരം, ഇതെല്ലാം സമുദ്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നഗരങ്ങളാണ്. ഇതെല്ലാം അപ്രത്യക്ഷമാകും. വെറുതെ ചാണ്ടപ്പിള്ള ഇവിടെ നിന്ന് പറയുകയല്ല. അന്നുണ്ടാകുന്ന ആ മഹോപദ്രവം ദൈവത്തിൻ്റെ ക്രോധകലശം ഒഴിക്കുമ്പോൾ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് മനുഷ്യൻ മരണത്തിനായിട്ട് കൊതിക്കും, മരണം മനുഷ്യനെ വിട്ട് ഓടിപ്പോകും, ഏത് മുഖവും വിളറിയിരിക്കും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഏത് പുരുഷനും നടുവിന് കൈ കൊടുത്തുകൊണ്ട് നിൽക്കും. സഹോദര, പൂമലക്കാര, നിനക്കതിലേക്ക് പോണോ? വേണ്ടെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട. ഇന്ന് നീ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട. കുഞ്ഞാടിൻ്റെ രക്തത്താൽ നീ പാപമോചനം പ്രാപിക്ക. ഇന്നാകട്ടെ നിന്റെ രക്ഷാ ദിവസം. ഇപ്പോൾ ആകുന്ന സുപ്രസാദകാലം. ആ മഹോപദ്രവത്തിൻ്റെ ഒടുവിലാണ് നാം വെളിപ്പാട് 19-11 വായിക്കുന്നത് പോലെ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു.
ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമാകും. അതിന്മേലിരിക്കുന്നവന് സത്യവാനും ദൈവവചനവും എന്ന് പേർ. അവൻ രാജാധിരാജാവും കർത്താതി കർത്താവുമാണ്. അവനോട് യുദ്ധം ചെയ്യുവാൻ മൃഗത്തിൻ്റെ സൈന്യം അടുക്കും. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളിനാൽ ഈ സാമ്രാജ്യങ്ങളുടെ സൈന്യത്തെ ഇല്ലാതാക്കും. അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി നരകത്തിലേക്ക് തള്ളിക്കളയും. ഈ സൈന്യത്തിൻ്റെ ശവങ്ങൾ തിന്നാൻ കേൾക്കണം. വെളിപ്പാട് 19 അധ്യായമാണ് പറയുന്നത്. അവിടെ വായിക്കുന്നു, ഈ സാമ്രാജ്യത്തിൻ്റെ സൈന്യങ്ങൾ യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളിനാൽ കൊല്ലപ്പെട്ട് അവരുടെ ശവങ്ങൾ വാഴപ്പിണ്ടിയിട്ട് കിടക്ക് ഈ യെരുശലേമിലും പലസ്തീനിൻ്റെ വീതികളിലും നിരന്ന് കിടക്കുമ്പോൾ ഒരു ദൂതൻ ആകാശത്തൂടെ പറന്നു വിളിച്ചു പറയും, പക്ഷികളെ, മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വരുവീ. ഏതാണ് ഈ അത്താഴം? ഇവരുടെ ശവങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, അത് തിന്നവയ്ക്ക് തൃപ്തിയായോ എന്ന്. അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് നരകത്തിലേക്ക് എറിയും. എന്നിട്ട് എൻ്റെ യേശു ഈ ലോകത്തെ ഭരിക്കാൻ തുടങ്ങും. അതാണ് മഹത്വ പ്രത്യക്ഷത. യേശു വരാൻ പോവുക. മുൾക്കിരീടധാരിയായി കടന്നു പോയവൻ പൊൻകിരീടധാരിയായി കടന്നു വരാൻ പോവുകയാണ്. സ്തോത്രം. അന്ന് നാമും നമ്മുടെ യേശുവിനോടുകൂടെ കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ആ മേഘപ്രത്യക്ഷതയിൽ നാം പോകുന്നു. ഇപ്പോഴാണോ എപ്പോഴാണോ ഒന്നും അറിഞ്ഞുകൂടാ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, കാത്തിരിക്കാം. ഭയത്തോടും വിറയലോടും കൂടെ ഈ പ്രവാസകാലം നമുക്ക് കഴിച്ചു കൂട്ടാം. കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടച്ച് ഒരു വാചകം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരും എഴുന്നേറ്റ് പോകരുത്. പിന്നെ പ്രാർത്ഥനയുണ്ട്. കണ്ണുകളടച്ച് ഒരു വാചകം. ഇന്ന് രാത്രിയിൽ ഈ കൃപായുഗത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ, യേശുവിൻ്റെ മേഘപ്രത്യക്ഷത സംഭവിക്കുമ്പോൾ, യേശുവിനോടുകൂടെ കടന്നു പോകാൻ താല്പര്യമുള്ളവർ, ഇതുവരെ അതിന് ഉറപ്പ് വരാത്തവർ, ഇപ്പോൾ തന്നെ യേശുവിനെ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ. സഹോദര, കുരിശിൽ അഭിഷക്തനായ പ്രഭു അവൻ ഛേദിക്കപ്പെട്ടു. അതവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് വിരൂപനായി തീർന്ന ദൈവപുത്രൻ കാൽവറിയിലെ ക്രൂശിലെ അന്ധകാരത്തിൻ്റെ മണിക്കൂറുകളിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ച് മരിച്ച ദൈവപുത്രൻ. അത് നിനക്ക് വേണ്ടിയായിരുന്നു സഹോദരിയെ, നിനക്ക് വേണ്ടിയായിരുന്നു സഹോദര, നിനക്ക് വേണ്ടിയായിരുന്നു യുവാവേ, യുവതിയെ. ഈ രാത്രിയിൽ അവനെ ഏറ്റെടുക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാനൊരു നഷ്ടപ്പെട്ട പാപിയാണ്. അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് കാണുമെന്ന് ഞങ്ങൾ കരുതട്ടെ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കും. ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു സഹോദര, തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയോ പുരുഷനോ യുവാവോ യുവതിയോ ആരുമാകട്ടെ, നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിന് ദൈവം സഹായിക്കട്ടെ. കർത്താവ് വരുന്നു. വിശ്വാസിയെ, കർത്താവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് വായിക്കുന്നത് പോലെ, നാം ഒരു പ്രത്യാശാഗാനത്തിൻ്റെ 2 ശീലുകൾ പാടി പ്രാർത്ഥിച്ചതിന് ശേഷമേ എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് പോകാവൂ എന്ന് ഓർപ്പിക്കുകയാണ്.
ദൈവവിഷയമായ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുമല്ലോ. വിലയേറിയ സ്വച്ഛ ജഡമാംസയുടെ ഭരണി പൊട്ടിയ പോലെ, മരുന്ന് വെച്ച് മുറുക്കിക്കെട്ടിയ പടക്കം ശക്തമായ പ്രകമ്പനമുണ്ടാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ വ്യാപാരം ഈ പന്തലിൽ കണ്ടു. ഒരു ഉണർവ് യോഗം പോലെ ഇതല്പം നീണ്ടുപോയി എങ്കിലും അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാറ്റുകൂട്ടും. നാം യഥാസ്ഥാനപ്പെടുമെങ്കിൽ, നാം പ്രത്യാശയാൽ നിറയുമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം കൂടുതൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ നമുക്കിടയാകും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം പ്രത്യാശയുടെ 2 ശീലുകൾ പാടിയതിന് ശേഷം KV ഐസക് സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം നമുക്ക് സമാധാനത്തോടുകൂടെ മടങ്ങിപ്പോകാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ തന്നെ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാൽ നല്ല വീരുൾ മാറും. നീതിയും അനീതിയും ഇല്ല ലേശവും. നീതി സൂര്യ ശോഭയാൽ നല്ല വീരുൾ മാറിടും. നീതിയും അനീതിയും ഇല്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവമിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവമിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവുമായി തീർന്ന യേശുക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഓർത്തുപോലെ കർത്താവെ, അവർ സ്വന്തത്തിലേക്ക് വന്നു.
സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അധികാരം നൽകി. കാലങ്ങളായി ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സത്യം കേട്ടിട്ട് അത് മനസ്സിലായിട്ടും ആരെങ്കിലും ഗ്രഹിക്കാതെ പോകരുതേ. ഇന്ന് ചിലർ മുന്നോട്ട് വന്ന് കർത്താവേ നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്വീകരിച്ച തീരുമാനത്തോടെ പോകുവാൻ. മാത്രമല്ല ഇവിടുത്തെ യോഗം ഒരു ഉണർവിൻ്റെ ആരംഭമായിരിക്കട്ടെ, ഒരു കത്തി ജ്വലിക്കലായിരിക്കട്ടെ. ഈ ദേശം മാത്രമല്ല, ഞങ്ങളുടെ കേരളത്തിനോട് ആരംഭമായിരിക്കട്ടെ. ഞങ്ങളോട് ദൈവിച്ച സംസാരിച്ച വചനത്തിനായ സ്തോത്രം, ദാസനായ സ്തോത്രം, ഓരോ തിരുവെഴുത്തുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, ഓരോ വാക്കുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടി നല്ലവരെ അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ കയ്യും വേയും അടുത്ത് സൂക്ഷിക്കണമേ. വാഹനങ്ങളെ കരുതണമേ. ഭവനത്തിൽ വിശ്രമിക്കുവോളം ഇന്ന് രാത്രിയാണ് അവിടെ നിന്ന് വരുന്നതെങ്കിൽ ഈ സന്തോഷത്തോടെ നിന്റെ സന്നിൽപ്പാൻ കൃപ ചെയ്യണമേ. അല്ല കർത്താവെ താമസിക്കുന്നെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകാതെ ശക്തിപ്പെടുവാൻ വിശ്വാസികളെയും സഭകളെയും സൂക്ഷിക്കണമേ. രക്ഷിക്കപ്പെടാത്തവരാരും നഷ്ടപ്പെട്ടു പോകരുത്. അവരിവിടെ രക്ഷിക്കപ്പെടണം. അവർക്കായി പ്രാർത്ഥിക്കുന്നു. സകലവും നന്നായി ചെയ്തതിനായ സ്തോത്രം. ഇവിടുത്തെ സഭയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം. വചനം ഘോഷിച്ച ദൈവദാസന്മാരെയും പാടിയവരെയും പ്രാർത്ഥിച്ച ശുശ്രൂഷകളേറ്റവരെല്ലാവരെയും സ്തോത്രം. അതേ ഞങ്ങളുടെ ഈ സഭയുടെ ആഗ്രഹം എന്നുള്ളത് ഈ ദേശത്ത് അനേക കർത്താവേ നിങ്ങളിലേക്ക് വരണമെന്നുള്ളതാണ്. ഇന്ന് രാത്രി അതിൻ്റെ തീരുമാനവും നടത്തിപ്പും നടക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അംഗീകരിപ്പിക്കട്ടെ. ഞങ്ങളുടെ രക്ഷാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മഹാസ്നേഹവും സമാധാനവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും വചനം കേട്ട എല്ലാവരുടെ മേലും വചനം സംസാരിച്ച ദൈവദാസനോടും ഇവിടെ ശുശ്രൂഷകളിൽ എല്ലാവരുടെ മേലും ഇപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരുവരെ സകല ലോക വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാക്കൂടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ആരെങ്കിലും തീരുമാനമെടുത്തെങ്കിൽ മുന്നോട്ട് വരണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്.